ഹായ് എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ പിസ്സ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവനൊന്നും ഇല്ലാതെയാണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് തരത്തിലാണ് ഇന്ന് പിസ്സ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ ഏത് കാട്ടിനുള്ളിലാണ് നിൽക്കുന്നതെന്നൊന്നും വിചാരിക്കണ്ട. ഇത് കാടല്ല, നമ്മുടെ വീടിൻ്റെ മേൽഭാഗത്തുള്ള സ്ഥലമാണ്. ഇവിടെ നല്ല വിശാലമായൊരു പാറയുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ. നോക്കിക്കോ. കണ്ടോ, ഭയങ്കര വെയിലാണേ. മഴ രാവിലെ ചെറുതായിട്ടൊന്ന് ചാറി പോയി. പിന്നെ ഇവിടെ നിറയെ മയിലുണ്ടാവും കേട്ടോ എപ്പോഴും. ഇനി മയിൽ വരുന്ന സമയത്ത് നമുക്ക് അതൊരു വീഡിയോ എടുത്ത് ഞാൻ ഇടാം. അപ്പോൾ ഇഷ്ടംപോലെ മയിലുണ്ട്. അപ്പോൾ വലിയ വനം പോലെ ഇരിക്കുന്നേ. അപ്പോൾ നമുക്ക് പിസ്സ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പിസ്സയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ, പിന്നെ നമുക്ക് ഡ്രൈ ഈസ്റ്റ് വേണം. ഇറ്റാലിയൻ ഹെർബ് അല്ലെങ്കിൽ ഒറിഗാനോ എന്ന് പറയും. അപ്പോൾ ഇറ്റാലിയൻ ഹെർബ് വേണം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്, വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, പിന്നെ പഞ്ചസാര, ഉപ്പ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം എടുത്ത് വയ്ക്കാം. നമുക്ക് ഒരു പാത്രത്തിലോട്ട് 2 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ ഇടുന്നത്. നിങ്ങൾക്ക് മറ്റേ മണിമണിയായിട്ടൊരു ഈസ്റ്റ് ഇട്ടല്ലോ, അത് ഉണ്ടെങ്കിൽ അത് ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വാം വാട്ടറാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചോ. 1.25 കപ്പ് ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം, ഒരുപാട് ചൂടാവരുത്. വാം വാട്ടർ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് പൊന്തി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അളവെടുക്കുന്നത് ഇതുപോലൊരു മെഷറിംഗ് കപ്പിലാണ്. ഇതിനകത്താണ് ഞാൻ 1.25 കപ്പ് ചൂടുവെള്ളം, വാം വാട്ടർ, ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തത്. ഇതേ കപ്പിൽ തന്നെയാണ് ഞാൻ മൈദ അളക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മെഷറിംഗ് കപ്പൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സോ കപ്പോ എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം. പക്ഷേ എല്ലാം ഈക്വൽ ആയിരിക്കണം. ആ കപ്പിൽ തന്നെ വെള്ളവും അതുപോലെ മൈദ എടുക്കുകയാണെങ്കിൽ മൈദയും ഒക്കെ ആ കപ്പിൽ തന്നെ അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഞാനിവിടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, മൈദപ്പൊടി. ഇത് ഞാൻ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചത്. ഇതിലിപ്പോൾ 2 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 കപ്പ് മൈദയാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ 3 കപ്പ് മൈദ ഞാൻ ഇവിടെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒലീവ് ഓയിൽ എടുക്കുകയാണ്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ അങ്ങനെ ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇറ്റാലിയൻ ഹെർബ് എന്ന് പറഞ്ഞില്ലേ, ഇത് ഓപ്ഷണലാണ് കേട്ടോ. കിട്ടും ഇതിലൊക്കെ തന്നെ, സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇടണം നിർബന്ധമൊന്നുമില്ല. എന്നാലും ആ പിസ്സയുടെ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ ഇട്ടേ പറ്റുള്ളൂ. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെന്താ ചേർക്കാം? പൊടി, നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇതിനൊരു ഒട്ടി വരുന്നൊരു ഫീൽ ഉണ്ടാവും, അതിരിക്കട്ടെ. കുഴച്ച് നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതേ നമ്മൾ കുഴച്ച് നല്ല വൃത്തിയായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കയ്യിലൊന്ന് ചെറുതായിട്ട് ഒട്ടുന്ന ഒരു പരുവം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ പൊടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മൈദപ്പൊടി. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ കണക്കിന് ഇട്ടിട്ട് കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം പൊന്താനായിട്ട് വെക്കണം. ഒരു 6 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ രാത്രി തന്നെ കുഴച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുകയാണെങ്കിലും അടിപൊളിയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. ഞാനിപ്പോൾ രാവിലെയാണ് കുഴച്ച് വയ്ക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പിസ്സ എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ. നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കത്തില്ല, റൂം ടെമ്പറേച്ചറിൽ വേണം നമ്മളിത് വെക്കാനായിട്ട്. എന്നാലേ നന്നായിട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആവുന്ന സമയത്താണ് നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ പിസ്സയ്ക്കുള്ള ഡോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 6 മണിക്കൂറായിട്ടുണ്ട് കുഴച്ച് വെച്ചിട്ട്.
ഇനി നമുക്ക് പിസ്സ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് കാണിക്കാം. അപ്പോൾ പിസ്സ സോസ് വേണം, പിന്നെ വേണ്ടത് ചീസാണ്. അപ്പോൾ ഇത് മൊസറല്ല ചീസാണ്. ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പിന്നെ വേണ്ടത് സവോള സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ എടുക്കാം. അപ്പോൾ നമ്മളിപ്പം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നാണ്. പിന്നെ തക്കാളി ഞാൻ ഇതുപോലെ വട്ടത്തിൽ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം പച്ച കളറ് അത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തക്കാളി തന്നെയാണ്, അത് ഇങ്ങനൊരു സൈസിൽ അരിഞ്ഞ് വെച്ചേക്കാണ്. അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒലിവ് കിട്ടും, അപ്പോൾ ഒലീവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ സംഭവങ്ങളും. പിന്നെ ഒറിഗാനോ കൂടി വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇച്ചിരി പൊടി ഇതിൽ കൊടുക്കാം, അതൊന്ന് കുഴച്ചെടുക്കാം. വലിയ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ടേബിളിലിട്ടിട്ട് ഒരു കുഴയാണ് കുഴക്കണം. അപ്പോൾ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലൊരു അലുമിനിയം പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പിസ്സയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ കിട്ടും. പക്ഷേ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അതൊന്നുമില്ല. വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ പാത്രം എടുത്താൽ മതി. അതുപോലെ വട്ടത്തിലുള്ള പാത്രം എടുത്താൽ മതിയാവും. സ്റ്റീലിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ അവൻ സെറ്റപ്പ് ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ മാവ് ഇങ്ങനെ ഈ പിസ്സയുടെ ഈ മാവ് ഇങ്ങനെ പരത്തി കൊടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ആക്കണം കേട്ടോ കയ്യിൽ, എന്ന് കഴിഞ്ഞാൽ ഒട്ടാതെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇച്ചിരി ഒലിവ് ഓയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പിസ്സ സോസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സോസാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 2 ദിവസം മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർ അത് കാണണം കേട്ടോ. കണ്ടിട്ട് അതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പച്ചയും ചുവപ്പും മഞ്ഞയും വെള്ളയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടാ. ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ ഞാനിങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ചീസ് കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും ഇടാം. ഇനി വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല, ചീസ് മാത്രമാണെങ്കിൽ ചീസ് മാത്രം ഇട്ടിട്ട് പിസ്സ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മൊസറല്ല ചീസാണ്, മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സംഭവമാണ്. അപ്പം ഇത് തന്നെ യൂസ് ചെയ്യുക, എന്നാലേ ആ ഒരു ഒട്ടലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യൂ കേട്ടോ. ഒറിഗാനോ, അതായത് നമ്മളുടെ ഇറ്റാലിയൻ ഹെർബ്, അതുകൂടെ ഒന്ന് തൂവിക്കൊടുക്കാം. പിസ്സ ഇവിടെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് ഇരിക്കുകയാണ് വേകാനായിട്ട്. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവൻ ഇവിടെ റെഡിയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പിസ്സ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓവൻ സെറ്റപ്പിനകത്ത് മാത്രമല്ല, ഇതുപോലൊരു പാനിനകത്തോടെ ഒരു പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ചിലർക്ക് ഇങ്ങനെ എളുപ്പമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ മാവ് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഒരു ദോശക്കല്ല്, പഴയ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാന് വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മളുടെ അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടില്ലേ. ചീസൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വെച്ചതാണ്. നമ്മൾ ഓവൻ സെറ്റപ്പിൽ ഉണ്ടാക്കിയല്ലോ, ആ പിസ്സ ഞാൻ പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വെച്ചതാണ്. അതും നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാനിനേക്കാൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയത് നമ്മൾ ഓവൻ സെറ്റപ്പിനകത്ത് വെച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. അതാണിത് ഞാനിപ്പം മുറിച്ച് കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ ഒരു പിസ്സയൊക്കെ കഴിക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.